ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ മഹേശ്വരിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ബ്രഹ്മാവ് യോഗമായ ദേവിയെ സ്തുതിക്കുന്ന ഭാഗമാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 71 ശ്ലോകം. 71 ശ്ലോകം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. 72 ബ്രഹ്മോവാച. 73 ആണ് വേഴ്സസ് ആയിട്ട് വരുന്നത്. ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാരസ്വരാത്മിക സുധാത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ഇത് 73 ശ്ലോകമാണ്. ത്വം സ്വാഹ, ത്വം അവിടുന്ന്, ദേവി. സ്വാഹ, സ്വാഹ ദേവഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നവളെന്നാണ്. സ്വാഹ എന്ന ശബ്ദത്തിന് ഈ ദേവതകൾക്ക് ഹവൃദാനാവസരത്തിൽ ഉച്ചരിക്കുന്ന ശബ്ദമാണത്. സ്വാഹ. സ്വധ, ത്വം സ്വധ, അവിടുന്ന് സ്വധ, അതായത് പിതൃകർമ്മങ്ങൾക്ക് ആണ് സ്വധ എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. പിതൃഭ്യ സ്വധ എന്നാണ്. സ്വാദപൂർവകമായി ഉച്ചരിക്കപ്പെടുന്നതാണ്. സ്വാദോടുകൂടി ഭക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ ദേവതകൾക്ക് അവൃദാനാവസരത്തിൽ സ്വാഹ എന്നും പിതൃക്കൾക്ക് കർമ്മം ചെയ്യുമ്പോൾ സ്വധ എന്നും ഉച്ചരിക്കുന്നു. ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാരസ്വരാത്മിക. വഷട്കാരം എന്ന ശബ്ദത്തിൻ്റെ ഇവിടെ യജമാനൻ ഋത്തുക്കുന്ന വാക്കിന് അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ യജ്ഞം തൽസ്വരൂപങ്ങളായ അക്ഷരങ്ങളാണ് വഷട് എന്ന്. വഷട്കാരം. സ്വരാത്മിക, സകല കർമ്മഫലത്തോടു കൂടിയ സ്വർഗരൂപിണി, അകാരാദിസ്വരൂപ എന്നാണ് അർത്ഥം. അതുപോലെ സ്വർഗം ആത്മാവായുള്ളവൾ സ്വർഗരൂപിണി, പരലോകാത്മാവായുള്ളവൾ ആ. സ്വർഗേ പരേച്ച ലോകേ സ്വഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വഷട്കാര സ്വരാത്മിക എന്ന് ഒരു പദമാണ്. അതായത് വഷട്കാര പ്രവർത്തക സ്വർഗരൂപ ഫലരൂപിണി എന്നാണ്. അപ്പം ത്വം സ്വഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക. സുധ ത്വം അക്ഷരേ നിത്യേ. സുധ പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ, സ്വധ പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നവർ. അതുപോലെ ത്വം സുധ എന്ന് പറഞ്ഞാൽ നിന്തിരുവടി അമൃതസ്വരൂപമായിരിക്കുന്നു ദേവി. അവിടുന്ന് അമൃതസ്വരൂപയായിട്ടിരിക്കുന്നു. അമൃതം കഴിച്ചാൽ നരകൾ ഉണ്ടാകുകയില്ല, മരണം ഉണ്ടാവുകയില്ല. അപ്പോൾ അവിടുന്ന് അമൃത് പോലെയാണ്. ത്വം സുധ. ത്രിധാ മാത്രാത്മിക, അകാരം ഉകാരം അകാരം, അത് ഓംകാരമാണ്. അർദ്ധമാത്രാസ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു. ത്രിധാ മാത്രാത്മിക. ഈ ത്രിധാ ശബ്ദത്തിന് ഭൂമി, സ്വർഗം, പാതാളം അതല്ല. ത്രിധ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളിലും വേദങ്ങളിലും ത്രിമൂർത്തികളിലും ഇരിക്കുന്നവൾ എന്നാണ്. വേറെയും പറയുന്നുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങൾ, അതുപോലെ ചന്ദ്ര സൂര്യാഗ്നികൾ, ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ, ഇവയെല്ലാം ത്രിധ മാത്രാത്മിക ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നവൾ എന്നാണ് പറയുന്നത്. ത്രിധ മാത്രാത്മിക സ്ഥിത. ഇവിടെ ഓങ്കാര രൂപിണിയായിരിക്കുന്നവൾ അല്ലെങ്കിൽ ബ്രഹ്മരൂപിണിയായി നിത്യയായുള്ള ദേവി ദേവഗണങ്ങൾക്കും പിതൃഗണങ്ങൾക്കും തൃപ്തിയെ ചെയ്യുന്നവളെ. വഷട് എന്ന ശബ്ദവും സ്വർഗാത്മികയും, സ്വരാത്മിക, സ്വർഗം ആത്മാവായിരിക്കുന്നവൾ, അതുപോലെ അതെല്ലാം നിന്തിരുവടി, അതായത് ദേവി തന്നെയാകുന്നു. ദേവി അമൃതസ്വരൂപയായും പ്രണവസ്വരൂപിണിയായും ഇരിക്കുന്നു. ഓങ്കാരരൂപിണിയാണ് പ്രണവസ്വരൂപിണിയായിരിക്കുന്നത്. ഈ പ്രമാണം അനുസരിച്ച് വിഷ്ണുവിനും കാളിക്കും ഏകത്വമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മധു കൈടഭവധം വിഷ്ണുവേഷത്തോടു കൂടിയ ആ കാളിയിൽ നിന്ന്, ആ ദേവിയിൽ നിന്ന് തന്നെ ചെയ്യപ്പെടണമെന്നുള്ള ആശയത്തോടു കൂടി ദേവിയെ സ്തുതിക്കുകയാണ്. അതായത് കാളീദേവിയെ സ്തുതിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ ബുക്കിലും ഓരോ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്തത് 74 ശ്ലോകം നോക്കാം. അർദ്ധമാത്രാസ്ഥിത നിത്യായാനുച്ചാര്യ വിശേഷതഃ ത്വമേവ സാത്വം സാവിത്രി ത്വം ദേവീ ജനനീ പര. യാതൊരു ദേവിയാണോ അർദ്ധമാത്രാസ്ഥിത, അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും, അതായത് നാശമില്ല,
എന്നും ഒരേ രീതിയിൽ ഒരേ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശേഷത വിശേഷേണ അനുച്ചാര്യ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായിരിക്കുന്നുവോ സാത്വം ഏവ അവൾ അവിടുന്ന് തന്നെയാണ്, ദേവി അവിടുന്ന് തന്നെയാണ്. സാവിത്രിത്വം സാവിത്രിയും നിന്തിരുവടി തന്നെ. ദേവി സംബോധന ചെയ്യാണ്, അല്ലയോ ദേവി പരാജനനീത്വം. പര എന്നാൽ ഉത്കൃഷ്ടമായ മാതാവും, ജനനി മാതാവും ഈ സർവചരാചരങ്ങൾക്കും മാതാവും നിന്തിരുവടി തന്നെയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവൾ. സാവിത്രി എന്ന് പറഞ്ഞാൽ സവിതാവ് ദേവതയായിരിക്കുന്ന ഗായത്രി മന്ത്രം, അതാണ് സാവിത്രി, ഗായത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അർദ്ധമാത്രാത്മിക എന്ന് പറഞ്ഞാൽ അർദ്ധമാത്ര സ്വരൂപ. അർദ്ധമാത്ര എന്നത് വേദാന്ത വാക്യാർത്ഥ ലക്ഷണയായിരിക്കുന്ന തുരീയാകുന്നു, അതായത് ഓങ്കാര സ്വരൂപിണി, പ്രണവ സ്വരൂപിണി എന്നർത്ഥം. അർദ്ധമാത്ര സ്ഥിത. അപ്പോൾ ഇവിടെ നിത്യമായും വിശേഷേണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായിരിക്കുന്ന ദേവി അവിടുന്ന് നിന്തിരുവടി തന്നെയാണ്. ഹേ ദേവി ഗായത്രിയും ഉത്കൃഷ്ടയായ മാതാവും അവിടുന്ന് തന്നെയെന്ന് 74-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അനുച്ചാര്യ എന്നുള്ള ശബ്ദത്തിന് ഹ്രസ്വ ദീർഘ പ്ലുത ഈ 3 മാത്രകൾ കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ലാത്തവളെയാണ് അർദ്ധമാത്ര സ്ഥിത എന്നും അനുച്ചാര്യ എന്നും ഉള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ത്വയൈതദ്ധാര്യതേ വിശ്വം ത്വയൈതത് സൃജ്യതേ ജഗത് ത്വയൈതത് പാല്യതേ ദേവി ത്വമത്സ്യന്തേ ച സർവദാ. ഇത് 75-ാമത്തെ ശ്ലോകമാണ്. ത്വയൈതത് ദേവി ത്വയാ, ഹേ ദേവി നിന്തിരുവടിയാൽ, ദേവിയാൽ, ഏതത് ജഗത് സൃജ്യതേ, ഏത് ജഗത്താണോ ഈ ജഗത്ത്, ഏതത് ഈ എന്നാണ്, ഈ ജഗത് സൃഷ്ടിക്കപ്പെടുന്നു. ത്വയാ ഏതത് നിന്തിരുവടിയാൽ ഈ ജഗത്ത്, പാല്യതേ രക്ഷിക്കപ്പെടുന്നു, പാലിക്കപ്പെടുന്നു. ത്വം അന്തേ അത്സി നിന്തിരുവടി ഇതിനെ ഒടുവിൽ സംഹരിക്കുന്നു. സർവദാ ച ഇങ്ങനെ പിന്നെയും പിന്നെയും. ത്വയാ ഏതത് വിശ്വം നിന്തിരുവടിയാൽ ഈ വിശ്വം, ഈ പ്രപഞ്ചം, ധാര്യതേ ധരിക്കപ്പെടുന്നു. അപ്പോൾ ഹേ ദേവി ഈ ലോകം, ഈ ജഗത്ത് നിന്തിരുവടി സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു, ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തന്നെയാണ് സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. ഇങ്ങനെ പിന്നെയും പിന്നെയും നിന്തിരുവടിയാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നു എന്ന് പറയുന്നു 75-ാമത്തെ ശ്ലോകത്തിൽ. ഇങ്ങനെ പിന്നെയും പിന്നെയും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 വിധ ലക്ഷണത്തോടു കൂടിയ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ബ്രാഹ്മ്യാദി ദിവ്യ ഉപദേശ ഭിന്നയായിട്ട് ഏകശക്തിയായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. അവിടുത്താൽ തന്നെ, അതായത് നിന്തിരുവടിയായ ദേവിയാൽ തന്നെ ധരിക്കപ്പെടുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിന്നെയും പിന്നെയും സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ദേവി, അവിടത്തേക്ക് നമസ്കാരം. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാചപാലനെ തഥാ സംഹൃതി രൂപാന്തേ ജഗദേസ്യ ജഗന്മയേ ജഗദ്രൂപിണി ത്വം നിന്തിരുവടി അസ്യ ജഗതഃ ഈ ജഗത്തിൻ്റെ വിസൃഷ്ടവും വിശേഷേണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയാകുന്നു. പാലനെ സ്ഥിതിരൂപ പാലനത്തിൽ സ്ഥിതിരൂപയാകുന്നു. തഥ അന്തേ അപ്രകാരം അവസാനത്തിൽ സംഹൃതിരൂപ ച സംഹാരരൂപയായും ഇരിക്കുന്നു. അല്ലയോ ജഗദ്രൂപിണിയായ ദേവി നിന്തിരുവടി ജഗത്തിൻ്റെ വിശേഷേണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയും പാലനത്തിൽ സ്ഥിതിരൂപയും അപ്രകാരം അവസാനത്തിൽ സംഹാരരൂപയും ആകുന്നു.